മൂന്നാം തവണയും അധികാരം നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് LDF. എന്നാൽ കോൺഗ്രസിൻ്റെ മുന്നിലുള്ളത് ഏതു വിധേനയും അധികാരത്തിലേറുക എന്ന ലക്ഷ്യമാണ്. അതിനായുള്ള ദൃഢമായ ഗൃഹപാഠത്തിലാണ് കോൺഗ്രസ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഭാഗമായി 2026 നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത പറയുമ്പോൾ പുതുമുഖങ്ങളായ ഒരു പറ്റം യുവനിരയിലേക്കാണ് വെളിച്ചം വീശുന്നത്. അതിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു പേരാണ് രമേഷ് പിഷാരടിയുടേത്. മലയാള സിനിമയിൽ നടനായും സംവിധായകനായും ടെലിവിഷൻ രംഗത്തെ ഏറെ സ്വീകാര്യനായ അവതാരകനായും മുന്നിട്ട് നിൽക്കുന്ന രമേഷ് പിഷാരടിയെ തൃപ്പൂണിത്തുറയിൽ നിർത്തി മണ്ഡലം നിലനിർത്താൻ ഇതിനോടകം തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് കോൺഗ്രസ്. എറണാകുളം കോൺഗ്രസിന് ഏറെ വേരോട്ടമുള്ള മണ്ണാണ്. അവിടെ മുൻ മന്ത്രിയായ കെ ബാബുവിൻ്റെ സിറ്റിംഗ് തട്ടകമായ തൃപ്പൂണിത്തുറയിൽ ഏറെ ജനപ്രീതിയുള്ള പിഷാരടിയെ മത്സരരംഗത്ത് ഇറക്കുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഒരു പുതിയ മാറ്റത്തിൻ്റെ ചരിതമെഴുതുക എന്നതാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രമേഷ് പിഷാരടി വിവിധ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയത് യുവാക്കൾക്കിടയിൽ ഒരു പ്രത്യേക ഊർജം വരുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് സിനിമാ മേഖലയിൽ തൻ്റേതായ ഒരു സ്ഥാനമുറപ്പിച്ച പിഷാരടി ആ മേഖലയിലെ പ്രമുഖരുമായുള്ള ബന്ധം കോൺഗ്രസിന് കൂടുതൽ മുതൽക്കൂട്ടാകും എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് രമേഷ് പിഷാരടിയുടെ പേര് ഉയർന്നു വന്നിരുന്നു. എന്നാൽ താൻ ഉടൻ മത്സര രംഗത്തേക്കില്ല എന്ന് പറഞ്ഞെങ്കിലും വിദൂരമില്ലാതെ പിഷാരടി മത്സരരംഗത്തുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള ചർച്ചയിൽ പ്രകടമായിരുന്നത്. ഇതിനോടകം തന്നെ ജനകീയ വിഷയങ്ങളിൽ പലതിലും ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ പിഷാരടിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അതും അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധത ഏറെ വ്യക്തമാക്കുന്ന സംഗതിയാണ്. സിനിമാ മേഖലയിലെ തൻ്റെ സഹപ്രവർത്തകരായ ഒരു പറ്റം പ്രമുഖരെ ഇതിനോടകം തന്നെ കോൺഗ്രസിലേക്ക് ആനയിക്കാൻ പിഷാരടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊരു പുതിയ ജീവൻ നൽകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. 2021 ബാലുശ്ശേരിയിൽ ധർമ്മജൻ ബോൾഗാട്ടിയെയും 2016 പത്തനാപുരത്ത് നടൻ ജഗദീഷിനെയും പരീക്ഷിച്ചെങ്കിലും കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടു. പക്ഷേ ആ ആവർത്തനം പിഷാരടിയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നത് കോൺഗ്രസിന് ഉറപ്പുള്ള കാര്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചർച്ചകൾ പരസ്യമല്ലെങ്കിലും വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിത്വം ഏകദേശം ധാരണയിലാണ് നേതൃത്വത്തിന്. അതിലിപ്പോൾ ഏറ്റവും പ്രാധാന്യം തൃപ്പൂണിത്തുറയിലാണ്. കോൺഗ്രസിൻ്റെ ഭാഗമായ പിഷാരടി എത്തിയപ്പോൾ പലപ്പോഴും വിമർശനങ്ങളും സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇതിനെയൊക്കെ വളരെ ഹാസ്യാത്മകമായും പരിഹാസപരമായും അതേ നാണയത്തിൽ തിരിച്ചു മറുപടി കൊടുക്കാനും അങ്ങനെ എതിരാളികളുടെ നാവടപ്പിച്ച് ഉള്ള വിരുദും കയ്യടി നേടുന്നതായിരുന്നു. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് പിഷാരടിയെ മത്സരരംഗത്തിറക്കുമ്പോൾ LDF അതിനെ പ്രതിരോധിക്കാനുള്ള മറു സ്ഥാനാർത്ഥിക്കായുള്ള നെട്ടോട്ടത്തിലാണ്. ഭരണം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്ന CPM പിഷാരടിക്കെതിരെ ആരെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതായാലും LDF ഇക്കാര്യത്തിൽ ഒരു ശക്തനായ എതിരാളിയെ തൃപ്പൂണിത്തുറയിൽ ഇറക്കും. തൃപ്പൂണിത്തുറ ഇനി ഒരു വമ്പൻ മത്സരത്തിന് വേദിയാകും. കേരളം ഇപ്പോഴേ തൃപ്പൂണിത്തുറയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.